നമസ്കാരം. കൊതുകുകളിലൂടെ നിരവധി രോഗങ്ങൾ പകരാറുണ്ട്. അതിലൊക്കെ തന്നെ ചിലത് സാധാരണ രോഗങ്ങളാണെങ്കിലും ചിലത് മാരകമാകാറുമുണ്ട്. കൊതുകിലൂടെ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വളരെ അപൂർവമായ ഒരു രോഗാവസ്ഥയെക്കുറിച്ചുകൂടി കൊതുകിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങി കൊതുകുകളിലൂടെ പകരുന്ന രോഗങ്ങൾ ധാരാളമുണ്ട്. അത്തരത്തിൽ ഒരു അപൂർവ രോഗത്തെ കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ബ്ലാക്ക് നോസ് എന്നാണ് ഈ രോഗത്തെ അറിയപ്പെടുന്നത്. ചെന്നൈയിലാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. ജനിച്ച് 15 ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ മൂക്കിന് ചുറ്റും കറുത്ത പാടുകൾ കണ്ടതിനെ തുടർന്ന് ബന്ധുക്കൾ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കുഞ്ഞ് ആരോഗ്യവതിയായി ഇരിക്കുന്നു എങ്കിലും പനി വന്നതിന് പിന്നാലെയാണ് കുട്ടിയുടെ മൂക്കിൽ കറുത്ത പാടുകൾ വരാൻ തുടങ്ങിയത്. ബ്ലാക്ക് നോസ് എന്നറിയപ്പെടുന്ന പോസ്റ്റ് ചിക്കൻ ഗുനിയ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്നാണ് ഡോക്ടർമാർ ഈ അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് പ്രസവത്തിന് മുൻപ് ചിക്കൻ ഗുനിയ സ്ഥിരീകരിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. കുഞ്ഞിൻ്റെ അവസ്ഥ മോശമല്ലെന്നും പ്രാഥമിക ചികിത്സ കൊണ്ട് തന്നെ ഇത് മാറ്റാൻ കഴിയും എന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. ബ്രൗൺ നോസ് എന്നും ഈ രോഗാവസ്ഥ അറിയപ്പെടാറുണ്ട്. ഈ രോഗം പലപ്പോഴും മൂക്കിലെ ചർമ്മത്തെയാണ് ബാധിക്കുന്നത്. മൂക്കിലും അതിന് ചുറ്റും കറുത്ത പാടുകൾ കാണപ്പെടുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഈ പാടുകൾ മൂക്കിൻ്റെ വശങ്ങളിലേക്കും മൂക്കിൻ്റെ പാലത്തിലേക്കും പടരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനിയ മൂലം ഉണ്ടാകുന്ന പനി കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഈ പാടുകൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുള്ളതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സാധാരണയായി ഈ പാടുകൾ സ്വയം അപ്രത്യക്ഷമാകാറാണ് പതിവ്. ചിലത് 6 മാസം വരെ നിൽക്കാൻ സാധ്യതയുണ്ട്. രോഗത്തിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നാലും ചിക്കൻ ഗുനിയ വൈറസ് കൊണ്ടുണ്ടാകുന്ന പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ ഫലമാണ് ഈ ബ്ലാക്ക് നോസ് എന്ന രോഗം എന്ന് കരുതുന്നു. ഈ രോഗം ബാധിച്ചവരിൽ മൂക്കിൻ്റെ വശങ്ങളിലും മറ്റും പുരട്ടാൻ ക്രീമുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. കൂടാതെ ചർമ്മത്തിൽ ജലാംശം നിലനിർത്താൻ മോയ്സ്ചറൈസറുകൾ നൽകാറുമുണ്ട്. ഇത് രോഗം പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്നു. രോഗം ചർമ്മത്തിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അധികം ദോഷകരമല്ല, അതുപോലെ തന്നെ ഇത് താൽക്കാലികവുമാണ്. അതേസമയം ഇന്ത്യയിൽ ഇപ്പോൾ ചിക്കൻ ഗുനിയയുടെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രോഗികളുടെ മൂക്കിലും ഇത്തരത്തിൽ കറുത്ത പാടുകൾ കാണപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട്. സാധാരണഗതിയിൽ ചിക്കൻ ഗുനിയ ബാധിച്ച രോഗികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കഠിനമായ സന്ധിവേദന, തലവേദന, പേശിവേദന, ക്ഷീണം, ചുവന്ന തടിപ്പുകൾ എന്നിവയാണ് ലക്ഷണങ്ങളായി കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആളുകളിൽ ബാധിക്കുന്ന ചിക്കൻ ഗുനിയയിൽ മൂക്കിൽ പാടുകളും ഉണ്ടാകുന്നു. മഹാരാഷ്ട്രയിൽ ചിക്കൻ ഗുനിയ വേരിയൻ്റ് 2643 കേസുകളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. അതും പൂനെയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിക്കൻ ഗുനിയ വൈറസിൻ്റെ പുതിയ വകഭേദം പക്ഷാഘാതം, മൂക്കിൽ കറുപ്പ്, രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നതായി വിദഗ്ധർ പറയുന്നു.